SDPIയുടെ തീവ്രവാദ ഫണ്ടിങ്ങിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ED. 29 അക്കൗണ്ടുകളിലായി 262 കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അനധികൃതമായി SDPI സ്വരൂപിച്ചത് എന്ന് ED കണ്ടെത്തിയിരിക്കുന്നു. ED സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലാണ് അതിഗുരുതരമായ കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് ജിഹാദ് നടത്താൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലെ സംഘടനകളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിലെ വ്യക്തികളിൽ നിന്ന് വൻതോതിലുള്ള പണമാണ് SDPI സ്വീകരിച്ചത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നതിനും ഫണ്ടിംഗ് നടത്തിയിരുന്നത് SDPI ആണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ED ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായി വൻതോതിൽ പണം SDPI സ്വരൂപിച്ചു. വിദേശ രാജ്യങ്ങളിൽ ചാരിറ്റിയുടെ പേരിൽ വൻതോതിൽ പണപ്പിരിവ് നടത്തി. 2009 മുതൽ 2022 വരെയുള്ള കാലയളവിൽ 29 അക്കൗണ്ടുകളിലായി 262 കോടി രൂപയാണ് SDPIക്ക് ലഭിച്ചത്. ഇതിൽ വലിയൊരു ശതമാനം തുകയുടെ കണക്കുകൾ SDPI ഒരിടത്തും കാണിച്ചിട്ടില്ല. നേരിട്ട് 32 കോടി രൂപ ക്യാഷായി പല രാജ്യങ്ങളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്ന് SDPI കൈപ്പറ്റി. ഈ പണമൊക്കെ ഉപയോഗിച്ചത് PFIയുടെ പ്രവർത്തനങ്ങൾക്കും രാജ്യത്ത് ജിഹാദ് പ്രവർത്തനങ്ങൾക്കും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ തഴച്ചു വളർത്തുന്നതിനും വേണ്ടിയാണ് ഈ തുകയിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ SDPIയുടെ ദേശീയ അധ്യക്ഷനായ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് കാരണമായി ED പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കൽ, നിയമവിരുദ്ധമായി പണം കൈകാര്യം ചെയ്യൽ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള പണം സ്വീകരിക്കൽ, തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടിംഗ് നടത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് MK ഫൈസിക്കെതിരെ ED ചുമത്തിയത്. MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലെ SDPI ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വൻതോതിലുള്ള കേന്ദ്രസേനയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. EDയും NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുമാണ് ഈ റെയ്ഡിന് നേതൃത്വം കൊടുത്തത്. ഈ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ആ ഡിജിറ്റൽ തെളിവുകൾ ഓരോന്നായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ SDPI വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചത് PFIയുടെ പ്രവർത്തനങ്ങൾക്കും രാജ്യത്ത് ജിഹാദ് പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് സമാനമായി വളരെ വേഗം ഒരു നിരോധനം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. എന്നാൽ SDPI നടത്തിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യത്ത് ജിഹാദ് നടത്താനും രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുമായി SDPI നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ രൂപരേഖ, കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലും ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത്തരമൊരു സംഘടനയെ, ഇത്തരമൊരു പാർട്ടിയെ രാജ്യത്ത് നിരോധിക്കേണ്ടതാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് അനുമതി നൽകിക്കഴിഞ്ഞാൽ അധികം വൈകാതെ SDPIയെ രാജ്യത്ത് നിരോധിക്കും. നമുക്കറിയാം 2022 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. അന്നും ഇതിന് സമാനമായ അന്വേഷണവും ഇതിന് സമാനമായ കണ്ടെത്തലുമായിരുന്നു നിരോധനത്തിന് കാരണമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. എന്തായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം? രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുക. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം 2047 ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ശരീഅത്ത് മതഭരണം ഇന്ത്യയിൽ നടപ്പാക്കുക. ഇത് തന്നെയാണ് SDPIയും പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖം മാത്രമാണ് SDPI. അപ്പോഴും ED ആദ്യ റിപ്പോർട്ടിൽ പറയുന്ന വളരെ ഗൗരവമുള്ള ഒരു പരാമർശമുണ്ട്. പുറമേ സാംസ്കാരിക സംഘടന, പുറമേ രാഷ്ട്രീയ സംഘടന എന്നുള്ള ലേബൽ ഉണ്ടെങ്കിലും ഉള്ളിൽ ഒത്ത ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയാണ് SDPI. പോപ്പുലർ ഫ്രണ്ട് SDPI രൂപാന്തരം പ്രാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലുണ്ടായിരുന്ന ഭീകരന്മാരും തീവ്ര ചിന്താഗതിക്കാരും അതേപടി SDPIയിലേക്ക് കൂടുമാറി. അപ്പോൾ പിന്നെ SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതാണ് ED ചോദിക്കുന്നത്. അതിനൊക്കെ ശേഷമാണിപ്പോൾ SDPIയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച, കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച, വിദേശത്ത് നിന്ന് വൻതോതിൽ പണം കൈപ്പറ്റിയത് സംബന്ധിച്ച തെളിവുകൾ പുറത്തു വരുന്നത്. വിദേശത്തുള്ള നിരവധി ആളുകൾ
നിരവധി വ്യക്തികൾ, നിരവധി ഏജൻസികളൊക്കെ തന്നെ SDP പണം കൈമാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകൾ, അറബ് നാടുകളിൽ നിന്ന് വൻതോതിൽ പണമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുനരുജ്ജീവനത്തിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി SDP സ്വരൂപിച്ചത്. ആ പണമൊക്കെ നൽകിയ ആളുകളെ സംബന്ധിച്ചുള്ള അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തർ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ SDP അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയവരെ കുറിച്ചുള്ള പൂർണ്ണ വിവരം ED ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിദേശകാര്യ മന്ത്രാലയം ഇത് സൗദി സർക്കാരിനും ഖത്തർ സർക്കാരിനും കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 150ഓളം പ്രവാസികളെ ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഡൽഹിയിൽ ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരെ തിഹാർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടിംഗ് നടത്തിയ, വിദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഫണ്ടിംഗ് നടത്തിയ മുഴുവൻ മലയാളികളെയും മുഴുവൻ ഇന്ത്യക്കാരെയും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം കേരളത്തിലുണ്ടായ മാറ്റം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ഉണ്ടായ റെയ്ഡിൽ ഏറ്റവും അധികം ആളുകൾ തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത് കൊച്ചി കേരളത്തിലാണ്. ആ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളെ പിടികൂടിയത് കേന്ദ്ര ഏജൻസികൾ. തൊട്ടു പിന്നാലെ കേരളത്തിൽ ഹർത്താൽ നടത്തി പോപ്പുലർ ഫ്രണ്ട്. SDP നേതൃത്വത്തിലാണ് ഹർത്താൽ നടത്തിയത്. ആ ഹർത്താലിൽ അങ്ങോളം ഇങ്ങോളം വലിയ അക്രമങ്ങൾ ഉണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു. ഇതോടുകൂടി വിഷയം ഹൈക്കോടതി സ്വമേധയാ ഏറ്റെടുത്തു. ഹൈക്കോടതി പറഞ്ഞു, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന ആളുകൾക്ക് ജാമ്യം നൽകുന്നതല്ല. ജാമ്യം ലഭിക്കണമെങ്കിൽ നഷ്ടപ്പെട്ട പൊതുമുതലിന് തത്തുല്യമായ തുക കോടതിയിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് കെട്ടിവയ്ക്കണം. അത് ഏകദേശം 5 കോടിയോളം രൂപ വരും. അങ്ങനെ 5 കോടി രൂപ കെട്ടിവയ്ക്കാനില്ലാത്തത് കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രാദേശിക നേതാക്കളടക്കമുള്ളവർ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ജയിലിലാണ്. ഇതുവരെ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ആ പണം കെട്ടിവയ്ക്കുന്നതിന് വേണ്ടി വൻതോതിലുള്ള പിരിവാണ് SDP രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും നടത്തിയത്. ഈ ഗൾഫ് നാടുകളിലിരിക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടുമായോ SDP ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾ വൻതോതിലുള്ള പണം കൈമാറി. ആ പണമാണ് SDP അക്കൗണ്ടുകളിലൂടെ അനധികൃതമായി ഒഴുകിയെത്തിയത്. ഈ പണം കൃത്യമായി, ഈ പണത്തിൻ്റെ വരവ് കൃത്യമായി ED മനസ്സിലാക്കി. ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED അന്വേഷണം നടക്കുന്നത്. MK ഫൈസി അടക്കമുള്ള SDP നേതാക്കളെ അകത്താക്കിയിരിക്കുന്നത്. MK ഫൈസി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ SDP പറഞ്ഞു. ഒരു ചുക്കുമുണ്ടായില്ല. കേരളത്തിൽ SDP ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ ദൂരെ മാറി, മീറ്ററുകൾ ദൂരെ മാറി നിന്ന് നേരിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് SDP ചെയ്തത്. അല്ലാത്ത പക്ഷം അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിൽ ഈ SDP പ്രവർത്തകന്മാരെയും അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാം. ഇത് കൃത്യമായി അറിയാം. ഒരിക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായാൽ പിന്നീട് പുറം ലോകം കാണുന്നത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷമാകും. അതുകൊണ്ട് തന്നെ ഭയപ്പാടോടുകൂടി SDP മാറി നിന്നു. MK ഫൈസിയെ തൂക്കിയകത്തിട്ടു. രക്ഷപ്പെടുത്താൻ ആരുമുണ്ടായില്ല. ഇതാ പുതിയ പുതിയ കണ്ടെത്തലുകളും തെളിവുകളും വരുന്നു. വരും ദിവസങ്ങളിൽ SDP സംസ്ഥാനത്തെ പല പ്രമുഖന്മാരും കേന്ദ്ര സർക്കാരിൻ്റെ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 29 അക്കൗണ്ടുകളിലായി 262 കോടി രൂപയാണ് SDP കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിരിച്ചെടുത്തത്. ഈ പണത്തിൻ്റെ ഉറവിടം, ആരൊക്കെ തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടിംഗ് നടത്തി, ഏതൊക്കെ ഏജൻസികൾ വിദേശത്ത് നിന്ന് ഈ ഫണ്ടിംഗ് നടത്തിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അധികം വൈകാതെ SDP രാജ്യത്ത് നിരോധിക്കുമെന്നുള്ള വിവരം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നതും.